ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കൊമ്പിടിഞ്ഞാമാക്കലിൽ കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ പണിത ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഗേറ്റ് തുറന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വീടിൻ്റെ പോർച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോർച്ച് ഒരു പത്തായപ്പുരം മോഡലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോർച്ചിൻ്റെ വിൻഡോ പഴയ മോഡൽ ട്രഡീഷണൽ മോഡൽ വിൻഡോ ആണ് പോർച്ചിന് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെയായിട്ട് നമ്മളൊരു തുളസിത്തറ കൊടുത്തിട്ടുണ്ട്. വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെട്ടുകല്ലിൻ്റെ പാറ്റേണിലുള്ള ആർട്ടിഫിഷ്യൽ ടൈൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ്റെ മുകളിലുള്ള സ്ലോപ്പിൽ ഒരു മുഖപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ആ മുഖപ്പ് നമ്മൾ ചെയ്തേക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പൂമുഖം ഇരിക്കാനുള്ള ഒരു പൂമുഖം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ചാരുബെഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സിമെൻറ്റ് വുഡുള്ളത്. ആ സിമെൻറ്റിൽ വുഡിൻ്റെ പോളിഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ മരം കൊണ്ടാണ്. തേക്കിൻ്റെ മരം കൊണ്ട് മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഫ്രണ്ട് ഡോർ കടന്നു വരുന്നത് ഒരു വിശാലമായ ഹാളിലേക്കാണ്. ഹാളിൻ്റെ റൈറ്റ് സൈഡിലാണ് ലിവിങ് റൂം ഇരിക്കുന്നത്. ലിവിങ് റൂമിൽ ഒരു TV യൂണിറ്റ്, ഒരു കോർണർ സോഫ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ജിപ്സം ബോർഡ് വെച്ചിട്ടുള്ള ഒരു വുഡ് പ്ലാങ്ക് ഡിസൈനാണ് സീലിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ചുമരിൽ പ്ലൈവുഡ് വെച്ചിട്ടുള്ള TV യൂണിറ്റ്, ഒരു മനോഹരമായ TV യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാളിൽ ജൂട്ട് മോഡലിലുള്ള ഒരു വാൾപേപ്പറാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് റൂമിൽ നിന്നും ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്നത് ഒരു പ്രയർ ഏരിയയാണ്. തേക്ക് വുഡും വൈറ്റ് കളറുള്ള തീമും വെച്ചാണ് നമ്മൾ ഈ പ്രയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലെ സ്റ്റാച്യുവിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓമിൻ്റെ ഷേപ്പിലുള്ള ഒരു CNC കട്ടിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രയർ ഏരിയയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കിടക്കുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ജിപ്സം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ ഒരു ഷോക്കേഴ്സും വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലേ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് മനോഹരമായി അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഇരുന്നാൽ കിച്ചൺ കാണാവുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കിച്ചണിൽ അലുമിനിയം മെറ്റീരിയൽ വെച്ചിട്ടുള്ള കബോർഡുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈലിലുള്ള കബോർഡ്സും അതുപോലെ ഒരു ഹുഡ് ആൻഡ് ഹോബും ഒരു സിങ്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഫോൾഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൈനിങ്ങിൽ നിന്ന് വിസിബിലിറ്റി കിട്ടാവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള വാൾ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ടൈലിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡിന് ഭംഗി വരാൻ വേണ്ടി ഒരു വുഡൻ തീമിലുള്ള 2 നീഷും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നേരെ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. റൈറ്റ് സൈഡിൽ ഒരു ഫയർ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റോർ ഏരിയയും നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത്തിലുള്ള സ്റ്റോർ ഏരിയ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഏരിയയ്ക്ക് പുറത്തും ഒരു ഡ്രസ്സ് മേഞ്ഞൊരു വർക്ക് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം.
നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ഐവറി കളർ ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വീട്ടിലെ ഓണറുടെ മകളുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാമ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ കബോർഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഐവറി കളറിലുള്ള കബോർഡാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അലുമിനിയം മെറ്റീരിയലാണ് കബോർഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 വലുപ്പത്തിലുള്ള ടൈൽസാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയുടെ റൈറ്റ് സൈഡിലാണ് ഈ വീടിൻ്റെ വാഷ് ഏരിയ വന്നിരിക്കുന്നത്. ആ വാഷ് ഏരിയയിൽ നമ്മൾ മൊറോക്കൻ ടൈപ്പിലുള്ള ഒരു വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെയർ റൂമിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്റ്റെയർ GI പൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. GI പൈപ്പിൽ ഒരു തേക്ക് വുഡിൻ്റെ ബീഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് വരുന്നത് ഒരു ചെറിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ആ ലിവിങ് ഏരിയയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിവിങ് ഏരിയയിൽ മുകളിൽ ഒരു ചെറിയൊരു ജിപ്സം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയയും കൂടിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇത്. ഈ വാളിൽ നമ്മളൊരു മൾട്ടിവുഡിൻ്റെ ഒരു ഡിസൈനും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഒരു കബോർഡുമാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെയും വാള് മൾട്ടിവുഡും പെയിൻറ്റും ഉപയോഗിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ ഇരിക്കാനായിട്ട് ഒരു ചെറിയൊരു ചാരുബെഞ്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചാരുബെഞ്ചിൽ ഒരു ചെറിയൊരു ചെരിവ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇരിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചെരിവൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ. ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ അടുത്ത് തുമ്പൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരു വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് വഴിയാണ് സനൂപുമായിട്ട് ബന്ധപ്പെട്ടത്. ഞങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്കുള്ള ഒരു വീടായിരുന്നു താല്പര്യം. അതുപോലെ വീടിൻ്റെ ഉൾഭാഗം മോഡേൺ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൻ്റെ ഉള്ളിൽ വേണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ആദ്യം സനൂപുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ അതിന് എന്താ പറയുക, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സനൂപ്. അതിന് കൂടെ തന്നെ ഞങ്ങൾക്ക് 3D ആയിട്ടുള്ളൊരു വേർഷനും കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യാൻ പോകണം, സനൂപ് എന്താണ് ഉദ്ദേശിക്കണേ എന്നൊക്കെ ഞങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ സനൂപുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഉടൻ തന്നെ ആൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പുതിയ പ്ലാൻ അല്ലെങ്കിൽ പുതിയ 3D വേർഷനൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീതി വളരെ ഞങ്ങൾ 2 നില വീടാണ് പ്ലാൻ ചെയ്തെന്നുള്ളതിൻ്റെ കാരണം തന്നെ ഈ പ്ലോട്ടിൻ്റെ വീതി കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് നീളത്തിലുള്ളൊരു പ്ലോട്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, വളരെ പെട്ടെന്നല്ല, ഞങ്ങൾ കുറച്ച് നാളെടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പണി തുടങ്ങി വളരെ സന്തോഷമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി താമസിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ട്രഡീഷണൽ ലുക്ക്, അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഞങ്ങൾക്കൊരു പൂജാ സ്പേസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
അത് അതിമനോഹരമായിട്ട് സനൂപ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായി വീണ്ടും കാണും വരയ്ക്കും. ബൈ ഫ്രം സനൂപ് ബാബു.